ആദർശും നയനയും ഹണിമൂൺ മോഡിലാണ്. ആദർശ് നയനയോട് പറയുന്നുണ്ട്, നിനക്ക് വയ്യാത്ത കൊണ്ടാണ് ഈ റൂമിൽ നിന്ന് അധികം പുറത്തേക്കൊന്നും ഇറങ്ങാത്തേ. അപ്പോൾ നിനക്കാണെങ്കിൽ അധികം നടക്കാനൊന്നും പറ്റില്ലല്ലോ. കുന്നിൻ്റെ മുകളിൽ അമ്പലമൊക്കെ ഉണ്ട്. പക്ഷെ നിനക്ക് വയ്യാത്തതല്ലേ. മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് അന്വേഷിക്കുന്നുണ്ട് നിൻ്റെ കാര്യങ്ങൾ. ഈ സമയം നയന പറയുന്നുണ്ട്, എനിക്കിപ്പോൾ ഒരു കുഴപ്പമില്ല. ഞാൻ കരൾ സ്വീകരിക്കുകയല്ലല്ലോ, കൊടുക്കുകയല്ലേ ചെയ്തത്. അതുകൊണ്ടിപ്പോൾ എൻ്റെ മുറിവൊക്കെ കരിഞ്ഞ് ഞാൻ ഓക്കെ ആയിട്ടുണ്ട്. ഞാൻ ശരിക്കും ആരോഗ്യവതിയാണിപ്പോൾ. എനിക്കറിയാം ആദർശേട്ടന് ഈ റൂമിൽ എൻ്റെ കൂടെ ഇരിക്കാനല്ലേ ഇഷ്ടം. അതുകൊണ്ടല്ലേ പോകാതിരിക്കുന്നത്. സത്യം അതല്ലേ ആദർശേട്ട, സത്യം പറ എന്ന് പറയുമ്പോൾ ആദർശ് പറയുന്നുണ്ട്, സത്യം പറഞ്ഞാൽ അതും ഒരു കാരണമാണ്. എനിക്ക് ഇവിടെ ഇരുന്ന് നിൻ്റെ മുഖം കണ്ടുകൊണ്ടിരിക്കാനാണ് കൂടുതൽ ഇഷ്ടം. ഇതുപോലൊരു നിമിഷം നമ്മൾ അത്ര ആഗ്രഹിച്ചതല്ലേ. ശരിക്കും ഒരു സ്വപ്നം പോലെയാണ് എനിക്കിതൊക്കെ തോന്നുന്നത്. നമുക്ക് എത്രയും വേഗം ഒരു കുഞ്ഞ് വേണം. കുഞ്ഞുകൂടി വരുമ്പോൾ നമ്മുടെ പ്രശ്നങ്ങളൊക്കെ മാറും. അമ്മ തന്നെ സ്നേഹിച്ചു തുടങ്ങും. എല്ലാവർക്കും പേരക്കുട്ടികളോട് ഭയങ്കര സ്നേഹമായിരിക്കും. അതുകൊണ്ട് എല്ലാ പ്രശ്നങ്ങളും മാറും. ഇതൊക്കെ പറയുമ്പോൾ നയനയ്ക്കാണെങ്കിൽ ഭയങ്കര നാണം വരുന്നുണ്ടാകും. അങ്ങനെ അവർ എത്രയും വേഗം ഒരു കുഞ്ഞുണ്ടാകാനുള്ള പരിശ്രമത്തിലാണ് രണ്ടുപേരും. ആദർശും നയനയാണെങ്കിൽ രാവും പകലും ഇല്ലാതെ റൂമിൽ നിന്ന് പുറത്തേ ഇറങ്ങുന്നുണ്ടാവില്ല.